ഇവരുടെ അടുക്കള ഒന്ന് നമുക്ക് നോക്കാം. എരിയാത്ത അടുപ്പ്, സാധനങ്ങൾ അരിയൊക്കെ അരിയൊന്നും ഇല്ല, അരി ഇല്ല. സാണ്ട് ഇല്ലാതാണ്ട് സാറ് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ തരുന്ന തുണികളൊക്കെയാണ് സാറ്. സാണ്ട് ഇതൊക്കെ പഴയ തുണി. ഈ തുണികളൊക്കെ എവിടുന്ന് കിട്ടി? നമ്മളെ ടീച്ചർമാര് പറയുമ്പോഴേക്കും അറിയണ്ട, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നമ്മൾ എന്തായാലും പരിഹാരം ഉണ്ടാക്കും. ടീച്ചർമാരോടെ ഒക്കെ പോയി പറയുമ്പോ അവരെ കൊച്ചുങ്ങളെ പഴയ ഡ്രസ്സുകളൊക്കെ തരും. അപ്പൊ ഇപ്പൊ ഇന്ന് വെക്കാനുള്ള അരി ചോറ് വെച്ചില്ലേ ഇല്ല, ഉച്ചക്ക്? ഒന്നുമില്ല. അപ്പുറത്തെ വീട്ടില് അവിടെ കരയല്ലേ നിങ്ങളെ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണും ഉറപ്പായിട്ടും. ഒന്നും പട്ടിണി അല്ല സാറേ ഇവിടെ. അരി ഇല്ല ഈ വീട്ടിൽ. ചേച്ചി എന്തെങ്കിലും ഉണ്ടോ? അരി ഉണ്ടോ ഇന്ന് ഉച്ചക്കേക്ക്? ഉച്ചക്കിന് വെള്ളം കുടിച്ച് വയറുന്നറിയിക്കാം. നമ്മൾ നിങ്ങളെ വാർഡിലാണുള്ളത്. ഈന്തന്നൂര് ചന്ദ്രന്റെ വീട്ടിലാണുള്ളത്. ശരി, ഇവിടെ എന്താ സംഭവം? അവിടെ നേരെ ഒന്ന് നോക്കണം. വീട് പുനരുദ്ധാരണത്തിന് വേണ്ടി 1.5 ലക്ഷം രൂപയുടെ കൊടുത്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപന്റെ വീട് പുനരുദ്ധാരണം 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ, അതിന്റെ വർക്ക് ചെയ്ത് ആരാണെന്ന് അറിയാമോ? വർക്ക് ചെയ്തത് പിന്നെന്താ അറിയാൻ വയ്യാത്ത സുധീർ. അതായത് ഈ സുധീർ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഡ്രൈവർ അല്ലേ? അതെ ഡ്രൈവറാണ്. ഇതുമില്ല. ഈ 1.5-3 ലക്ഷത്തിന്റെ ജോലി ഈ 2 വീടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണോ നിങ്ങളുടെ വിശ്വാസം? ഉറപ്പാണോ? നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അതിന് ശേഷം? പിന്നെ കണ്ടിട്ടുണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ സുധീറിനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? സുധീറിന് ലാസ്റ്റ് നമുക്ക് ഇത്ര ദിവസം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വേറൊരാള് വന്ന സമയത്ത് അവരുടെ പറഞ്ഞ് 90,000 രൂപ ആവുമെന്ന് അവര് തന്നെയാണ് പറഞ്ഞത്. ശരിയാണോ? മെമ്പർ പറഞ്ഞത് എല്ലാം തെറ്റാണ് സാറേ. മെമ്പർ ഈ പറഞ്ഞത് മൊത്തം നുണയാണ്. അപ്പോൾ ഈ മെമ്പർ ഞങ്ങളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ 74,000 രൂപയ്ക്ക് അവർ ഈ പണിയെല്ലാം ചെയ്തു തരാമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഈ മെമ്പർ ഞങ്ങൾ ആളെ കൊണ്ടുവന്നതിന് ശേഷം ഈ കൊണ്ടുവന്ന ആളിനെ വോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഈ സുധീർ എന്ന് പറഞ്ഞ ആ ആളിനെ കൊണ്ടുവന്ന് ഈ വേലത്തറ ഇവിടെ ചെയ്തത്. കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന പാകത്തിലായോ? ജനലും വാതിലും ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ട് കാണുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് ഇത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു കാറ്റത്തെയും ഓടത്രയും തറ ആദ്യം തന്നെ വീണപ്പോ ഞാൻ മെമ്പറിനെ വിളിച്ച് കാണിച്ചു. മെമ്പർ ഇത് കണക്ക് വെക്കുന്ന ഇവിടെ വരണം, അത്യാവശ്യ കാര്യമാണ്, മെമ്പർ വന്ന് കണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മെമ്പർ വന്നു. ഞങ്ങൾ ഈ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്കിനാണ് ഈ മെമ്പർ എടുത്ത വായിലേ പറയണത്, ഈ ഓട അവത്തേളിന്റെ തലയെ കൂടെ വീണ് ചത്തിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കണ്ടായിരുന്നേ സുധീറെ. നീ ഈ ബാക്കി പൈസ ഇത്രത്തോളം കിടന്ന് നാണം കെടാതെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കൊടു. അവർക്കൊരു തൊഴിൽ സേനയുണ്ട്. 450 രൂപ കൂലി കിട്ടും. വല്ലപ്പോഴുമാണ് ആ തൊഴിലുള്ളത്. ആ ഒരു വരുമാനം മാത്രമാണ് ഈ ഒരു കുടുംബത്തിനുള്ളത്. പലപ്പോഴും പട്ടിണിയിലാണെന്ന് കരഞ്ഞു പറയുന്നത് അല്പസമയം മുമ്പാണ്. അവർ നാണക്കേട് കൊണ്ടാണ് അത് മറച്ചു വെച്ചത് എന്ന് പറയുന്നത്.